ഞാനൊന്ന് പറയട്ടെ. നടക്കില്ല നടക്കില്ല നടത്തിക്കില്ല. ആ എന്ത് ചർച്ചയാണെങ്കിലും നടക്കൂല. ആ നടക്കൂല എന്ന് പറഞ്ഞില്ലേ? അജന്താ വെച്ചാൽ നോക്കിയിട്ട് വിളി. ആ ആ അതൊക്കെ നമുക്ക് പിന്നെ ആ ആ ആ ഇൻഷാല്ലാ. ആ എന്താണ് തിളച്ച് നിൽക്കാനുള്ള ആൾക്കൂട്ടൊക്കെ ഉള്ളതാണോ? ശബരിമല കൊള്ളയാ? എന്താണ് ശക്തമായി പ്രതിഷേധിക്കണം? ഗുരുതരാണോ? ഹർത്താൽ പ്രഖ്യാപിക്കണം? ഹർത്താലോ? എന്തിന്? അല്ല, ചുമ്മാ പെരിന്തൽമണ്ണയിൽ വിളിച്ച ഹർത്താൽ നടന്നില്ലല്ലോ. ഹർത്താലിനൊക്കെ ഇഷ്ടം പോലെ സമയമുണ്ട്. അക്രമം അവന്മാർ നിർത്തിയാൽ മാത്രം നമ്മൾ പേടിച്ചാൽ മതി. അതിനേതായാലും അടുത്ത സാധ്യതയില്ല. സംഗതി അതല്ലടാ. ഈ ഗുരുവായൂർ മണ്ഡലത്തിൽ ആരാ സ്ഥാനാർത്ഥി എന്നറിയാമോ? സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചോ? അടിപൊളി. എന്നാൽ ഇക്ക ഒരു സൂചന വന്നില്ല. എന്തിന്? അല്ല, ഇക്കയല്ലേ സ്ഥാനാർത്ഥി? പൊട്ടച്ചോനെ ഉണ്ടാ. എടോ പിന്നെ ആരാ? ഈ എടാ ആളാരാന്ന് അറിയത്തില്ലേ നിനക്ക്? ഇല്ല, അറിഞ്ഞില്ല. നീ ഇപ്പൊ ഇതുവരെ അന്നും അറിഞ്ഞില്ലേ? ഇല്ല. എടാ ലീഡറിന്റെ മോൻ വരുന്നെന്ന്. ഏത് വകയില്? അത് നമ്മുടെ സീറ്റല്ലേ? അതല്ലേ പറഞ്ഞത്, നമ്മുടെ സീറ്റല്ലേ? ആ അങ്ങനെ കോഴിക്കോട് എങ്ങാനും നിന്നാ പോരെ? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിയിട്ട് മതിയായില്ലേ? മതിയായില്ല. KPCC പറഞ്ഞെന്ന് ഗുരുവായൂരിൽ മത്സരിച്ചോളാൻ. ഗുരുവായൂരിൽ നിന്ന് കേട്ടപ്പോൾ പിന്നെ അങ്ങേരും ഒന്നും ആലോചിച്ച് കാണത്തില്ല. പിന്നെ ഗുരുവായൂരും നേരും തമ്മിൽ എങ്ങാണ്ട്. അതെന്ത് പരിപാടിയാണ്? അപ്പൊ നമ്മളോ? എടാ നമുക്ക് പട്ടാമ്പി സീറ്റ്. പട്ടാമ്പി സീറ്റാ? അതല്ലേ ഈ പറഞ്ഞുകൊണ്ടിരുന്നത്. നടക്കത്തില്ല. അല്ലിക്ക അതെന്ത് പരിപാടിയാക്ക? എന്നാലും സായി വെങ്ങാനി പറഞ്ഞാൽ വിട്ടുകൊടുക്കേണ്ടി വരുമോ? അതങ്ങനെ അങ്ങനെ വിട്ടുകൊടുക്കുന്നു? അല്ലിക്ക നമ്മൾ കഴിഞ്ഞ കുറച്ച് കൊല്ലമായിട്ട് നമുക്ക് ഇവിടെ ജയിക്കാൻ പറ്റില്ല കേട്ടോ. അല്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അത് ചോദിച്ച പക്ഷെ എന്നാലും നമ്മൾ വോട്ട് കൂട്ടി, അതുകൊണ്ട് അങ്ങനെ ഒന്നും മുന്നോട്ട് വെക്കാൻ പറ്റത്തില്ല. അതൊക്കെ പറഞ്ഞ എങ്ങനെയാണ്? അതല്ല, നിങ്ങൾ എങ്ങനെയാണ് ഈ തീരുമാനം? ഇതെങ്ങനെ തീരുമാനം വന്ന്? എങ്ങനെ അറിഞ്ഞു? നിങ്ങൾ തീരുമാനമായോ? ചർച്ച നടന്നോ? അതില്ല. അല്ല അതിനു മുമ്പ് എനിക്ക് രഹസ്യമായി കിട്ടിയ വിവരോ. ശരി, ഞാനാകെ പേടിച്ച്. ഇത് ചർച്ച നടക്കട്ടെ. എന്നാലും ആണോ അവന്മാരെങ്ങനെ അറിഞ്ഞു? ഇത് ആരറിഞ്ഞത്? ഇത് മറ്റവന്മാരായിരിക്കും പൊക്കിയത്. ഈ ദിവന്മാർക്ക് എവിടുന്ന് കിട്ടുന്നത്? എന്തായാലും കിട്ടിയത് നന്നായി. നേരത്തെ ഒരു മുൻകരുതലെടുക്കാം. അപ്പോൾ ചർച്ചയ്ക്ക് മുന്നണിന്നാ വിളിക്കുന്നു. സായിബാണോ? അസ്സലാമു അലൈക്കും. പറഞ്ഞു വിളിക്കാം. അല്ലിക്കായി ശരി ശരി. ഇൻഷാല്ലാ. എന്താണ് ചർച്ച ഉണ്ടാവുമെന്ന്. ചർച്ച ഉണ്ടാവണമെന്നല്ലേ കാര്യം പറഞ്ഞ പോരെ? എന്റെ നിലപാടിൽ ഒരു മാറ്റവും ഇല്ല. അതങ്ങനെ എന്റെ ആവശ്യം ഞാൻ അങ്ങോട്ട് മുമ്പോട്ട് വെക്കും. മതി. അല്ലെങ്കിൽ നമ്മുടെ ആവശ്യം കൃത്യമായി നമ്മൾ അങ്ങോട്ട് പറയും. തന്നെയാണ് വേണ്ടത്. നമുക്ക് പട്ടാമ്പി ഒന്നും വേണ്ട. ഗുരുവായൂർ തന്നെ മതി. ഗുരുവായൂർ ജയിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ നമുക്ക് തൂക്കാം. അല്ല, ഗുരുവായൂർ തന്നെ നമുക്ക് വേണോ? അതല്ല, ചർച്ച ഉണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ മത്സരിക്കണം എന്ന് പറയും. ഇല്ലെങ്കിൽ കടക്ക് പുറത്ത്. പിന്നെ അല്ലെങ്കിൽ ഞാൻ ഇടത്തോട്ടൊന്ന് വിളിക്കും. അവന്മാർക്ക് ഭരണസാധ്യത കൂടി വരുക. എന്താണ് നിങ്ങൾ മണ്ടത്തരെല്ലാം പറയണേ? അതിപ്പോ നമുക്കും ഭരണസാധ്യത ഇല്ല. നമുക്കും ഉണ്ട്. പിന്നെ എന്താ നിങ്ങളെ പ്രശ്നം? എന്താ ഇനിയും ഭരണം അവന്മാര് തന്നെ തുറന്നാ എന്ത് ചെയ്യൂടാ? അതങ്ങനെ 2 ടേമായിട്ട് അധികാരമില്ല. കാര്യം കഷ്ടത്തില്ല അമ്മനെ. എന്റെ പൊന്നിക്കാതെ അവന്മാര് തുടരാതിരിക്കാനല്ലേ നമ്മൾ പണിയെടുക്കേണ്ടത്. നമ്മൾ പണിയെടുക്കണം, എന്നിട്ട് നമ്മൾ അധികാരത്തിൽ വരും. പിന്നെ എന്താ പ്രശ്നം? വെറുതെ നിങ്ങൾ ഓരോ മണ്ടത്തരങ്ങൾ ഓരോന്ന് വിളിച്ച് പറയാണ്ട് നിങ്ങൾ കാര്യം സാധിക്കാൻ നോക്കും. വെറുതെ ചുമ്മാ ബഗിട് പറയണം. എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അതിനുള്ള കാര്യങ്ങളൊക്കെ തീരുമാനാക്ക്. പിന്നെ ഒന്നാമതെ മുന്നണി രൂപീകരണമൊക്കെ വരിക. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നിൽക്കണം. നമുക്ക് കൂടുതൽ സീറ്റ് വേണം. ഉള്ള സീറ്റ് ചുമ്മാ കൊണ്ട് കളഞ്ഞിട്ട് നിങ്ങൾ ആവശ്യമില്ലാത്ത ഓരോ പരിപാടി കാണിക്കരുത്. ഉള്ള കാര്യം ഞാൻ എന്തായാലും നോക്കാം. നിങ്ങളത് നോക്ക്. ഇവിടെ ഓരോ മനുഷ്യൻ പുറത്ത് പോയിട്ട് ഉമ്മയുടെ രാജ്യത്തിന് വേണ്ടി പോരാടുമ്പോൾ അറിഞ്ഞില്ലേ? വോട്ട് ചോരിയാ? രാഹുൽ അവിടെ പോയി പറഞ്ഞത്. ജർമ്മനി അല്ല, ബെർലിൻ, ജർമ്മനി. അറിഞ്ഞില്ലേ? തീരുമാനമാക്കി കൊടുക്കാം. അത് തീരുമാനമാക്ക്. നീ അതാണ് തീരുമാനമാക്കണ്ടേ. കത്തിക്കണം പരിപാടി. നമ്മുടെ മുന്നണി അതെ ഒരുമിച്ച് നിൽക്കണം ഇക്കാര്യം. അതന്നെ ബാക്കിയൊക്കെ ഉള്ളിലെ പ്രശ്നം. ഇത് കണ്ട വഴിയമ്പലമൊന്നുമല്ല. ഓർമ്മയുണ്ടല്ലോ. വിളിക്കട്ടെ, തീരുമാനമാക്കട്ടെ. ഹലോ, അസ്സലാമു അലൈക്കും. കാക്ക നിങ്ങളെവിടെ?
ആ ഞാൻ വരുന്നു ആ വോട്ട് ചോരി ആ ഇവിടെ അല്ലെന്ന് ജർമ്മനിയിൽ ഇത് ജർമ്മനിയിലെ തെരഞ്ഞെടുപ്പല്ലെന്ന് ഇവിടുത്തെ തെരഞ്ഞെടുപ്പിലെ വോട്ട് ചോരി അങ്ങനെ അവിടെ പോയി പറഞ്ഞത് ആ എട് നടത്താനുള്ള വകയുണ്ടോന്ന് അറിയത്തില്ല നോക്കട്ടെ ശരി കേട്ടോ ആ അസ്സലാമു അലൈക്കും അല്ല അത് ഇവിടെ പറഞ്ഞത് ഇവിടെ പറഞ്ഞത് ഇവിടെ പറഞ്ഞത് ഓ ശരി എടേ കൊടി എടുക്ക് എത്ര ഞാൻ ഇപ്പോൾ വരും ഫുൾ സെറ്റപ്പ് ആയിരിക്കണം ഫുൾ സെറ്റ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചർച്ചക്കെങ്ങാനും ആരെങ്കിലും വിളിച്ചാൽ ഞാൻ നോക്കിക്കോളാം എന്നോട് ചോദിച്ചിട്ട് പരിപാടി നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ മതി ഓക്കെ ഇതിൻ്റെ ഇടയ്ക്കെങ്ങാനും നീ കയറി കളിച്ചാലുണ്ടല്ല ഞാൻ അങ്ങനെ ചെയ്യുമോ പൊന്നാരം മോനെ അങ്ങനെ ചെയ്യുക അല്ല ഈ തന്ത്രങ്ങൾ തന്നെ ഒക്കെ മാത്രമേ ഉള്ളൂ ഞാനും കൂടെ ഞാനേ പോകുന്നുള്ളൂ ശരിയെന്നാ ഒരു തിരക്ക് കൊടി റെഡിയാക്കി വേഗം വരണം കേട്ടാ ഒക്കെ റെഡിയാ ഇൻഷാ അല്ലാ ഗുരുവായൂർ പോവോ പടച്ചോനെ ഇനി ഞാനൊന്ന് പറയട്ടെ